Hi friends, welcome back to Neha Food Stories. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മാജിക് ഡ്രിങ്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂടുകാലത്ത് നമുക്ക് തണുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു പച്ച പപ്പായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നും ഇതിലുള്ള കുരുവും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വെള്ളം വെക്കേണ്ട, അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നല്ല വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ പപ്പായയുടെ പച്ചച്ചുവ മാറുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങി വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് വേണം. അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. പാല് കാച്ചിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കണം. ഏലക്കയുടെ കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി അടിച്ചെടുക്കാം. അപ്പം ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നല്ല വൈറ്റ് കളറിലാണ് നമ്മുടെ ജ്യൂസ് ഇരിക്കുന്നത്. അപ്പം ഇനി ഇത് മാജിക് ഡ്രിങ്ക് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ജ്യൂസ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിസ്ത മിൽക്ക് മിക്സ് ആണിത്. ഇതിൻ്റെ 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പപ്പായ ജ്യൂസ് പിസ്തയുടെ ഫ്ലേവറും കളറും ഉള്ള നല്ലൊരു ഡ്രിങ്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ജഗ്ഗിലേക്ക് കുറച്ച് ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സ്ട്രോബെറി മിൽക്ക് മിക്സ് ആണ്, 2 ഡ്രോപ്സ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവറും കളറും ഉള്ള നല്ലൊരു ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല ഇത് പപ്പായ ജ്യൂസാണെന്ന്. നല്ല ഹെൽത്തി ആയൊരു ജ്യൂസാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ 3 ലെയർ മാജിക് ഡ്രിങ്ക് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ നമുക്ക് പിസ്ത മിൽക്ക് മിക്സിൻ്റെ ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പ്ലെയിൻ പപ്പായ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വൈറ്റ് കളറിലുള്ള ജ്യൂസ്. ഇതിൽ നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു സ്പൂൺ വെച്ച് ഒഴിക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇത് മിക്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3rd ലെയർ ഒഴിച്ചു കൊടുക്കാം. സ്ട്രോബെറി മിൽക്ക് മിക്സിൻ്റെ ഡ്രിങ്കാണിത്. അപ്പോൾ പതുക്കെ ഒരു സ്പൂൺ വെച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ പിസ്തയും സ്ട്രോബെറിയും ഒക്കെ പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാട്ടിൻപുറത്ത് എല്ലാവരുടെ വീട്ടിലുണ്ടാവും പച്ചപ്പപ്പായ. പക്ഷെ നമ്മളതൊക്കെ വെറുതെ കളയാറാണ് പതിവ്. അപ്പോൾ ഇനി ഈ ചൂടുകാലത്ത് പച്ചപ്പപ്പായ വെറുതെ കളയാതെ ഇതുപോലെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേഹ ഫുഡ് സ്റ്റോറി സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ അത്. 3 ലെയർ മാജിക്കൽ ഡ്രിങ്ക്. അപ്പോൾ ഞാൻ പച്ചപ്പപ്പായ വെച്ച് സ്ഥിരമായിട്ട് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനൊരു വ്യത്യാസമായിട്ട് ഫ്ലേവറും കളറും കൊടുത്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്